യെസ്, അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണ്, കാരണം ആലപ്പുഴയിൽ ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും തിരക്കും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ വേറെ റൂട്ടൊക്കെ പിടിച്ച് പോവുകയാണ്. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് വഴിയൊക്കെ ഉണ്ട്. അപ്പം അതിലേക്കൂടെയാണ് നമ്മൾ പോയത്. അവിടെയും തിരക്കായിരുന്നു, പക്ഷേ ബ്ലോക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തു. ഇപ്പോൾ ആലപ്പുഴയിൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമുക്ക് ബൈപ്പാസിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ബീച്ചിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒത്തിരി തപ്പി കേട്ടോ വണ്ടി. ഭയങ്കര പാടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ബീച്ചിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കുറേ നേരമായിട്ട് ആൻഡ്രയോടെ നിൽപ്പുണ്ട്. അപ്പോൾ അവൾ അവിടെ എവിടെയോ നിൽക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ പിന്നീട് വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ അവളിങ്ങനെ തപ്പുകയാണ്. ഇത് പണ്ടത്തെ നമ്മുടെ കാറ്റാടിയാണ്. പക്ഷെ അത് ഡെവലപ്ഡായി, ഒത്തിരി ഡെവലപ്ഡായി. അകത്തൊത്തിരി പാർക്കുകൾ വന്നു, അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകൾ വന്നു. കുറേ നാളായി കേട്ടോ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇടയ്ക്ക് കയറും. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ കയറി അവിടെ നിന്ന് അവളെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൾ ഇവിടെയൊന്നും അല്ല, അപ്പുറത്ത് ബീച്ചിൻ്റെ അവിടെ എവിടെയോ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ അകത്തൂടെ കയറി പാസ് ചെയ്ത് അങ്ങ് പോകാമെന്ന്. ഭയങ്കര തിരക്കാണ്. ഇവിടെയൊന്നും അത്രയും തിരക്കില്ല കേട്ടോ. അങ്ങോട്ട് കാർണിവലിൻ്റെ അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വന്നു ചില്ല് ചെയ്തു പോവാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്ന് തപ്പട്ടെ അവളെ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ആൻഡ്രീനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വന്നപ്പോൾ തന്നെ ഭയങ്കര വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അവൾ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാം എന്ന് വിചാരിച്ചു. ചായ കുടിക്കാനായിട്ട് അവിടുത്തെ ഒരു ടീ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ടീ ഒക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തിരക്കായതുകൊണ്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഇരിക്കാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ പരദൂഷണവും കുറ്റവും കുറവും ഒക്കെ ഒത്തിരി പറഞ്ഞു കേട്ടോ. ചുമ്മാ പറഞ്ഞാണ്. ഓരോ കാര്യങ്ങളൊക്കെ, പഴയ കാര്യങ്ങളും അതുപോലെ അവർ ബാംഗ്ലൂരിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു. അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബാംഗ്ലൂരിനെ പറ്റി പറയാനായിട്ട് ഒത്തിരി വിശേഷങ്ങളുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ കയറുവാണെങ്കിൽ ഞാൻ ടോപ്പിക്ക് അവരെ കൊണ്ട് മാറ്റിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോയുടെ പുറയില്ല കേട്ടോ. അവരെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. കാരണം കൂടുതലും സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ ആരുമില്ലല്ലോ. ഞാൻ തന്നെ വേണ്ട വീഡിയോ എടുക്കാം. അപ്പം ഞാൻ എടുക്കും. പിന്നെ കുറച്ചൊക്കെ അവരെയൊക്കെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ എപ്പോഴും ഞാനങ്ങനെ അടുത്ത വർഷമേ നിന്നെ വ്ളോഗിൽ കാണിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണിക്കും. 2026 അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് നടന്നു കേട്ടോ. ഞങ്ങൾ 4 പേരാണ് ശരിക്കും. പക്ഷേ അതിൽ ഒരാൾ മിസ്സിങ് ആണ്. അവൾക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സാരമില്ല. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ എന്നാൽ പിന്നെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാർണിവലിൻ്റെ സൈഡിലോട്ട് നടക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ഉണ്ട്, കാണാമല്ലോ അവിടെ അങ്ങേയറ്റം ആ ലൈറ്റൊക്കെ കണ്ടോ, അവിടെ കാർണിവൽ നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സമയം ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കണം അങ്ങോട്ട് കാർണിവലിൻ്റെ സൈഡിലോട്ട്. ശരിക്കും എനിക്ക് കാർണിവലൊക്കെ, അതായത് അതുപോലെ ജൈൻ വീലും ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഞാനങ്ങനെ കയറാറില്ല. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെറുപ്പിന് പോയിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഇവർ കയറിയില്ല കേട്ടോ. കാരണം ഞാൻ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് അവർ കയറിയില്ല. അപ്പോൾ ഈ വട്ടമെങ്കിലും കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയായിട്ട് നടക്കുകയാണ്. ഞാനല്ല, ഇവർ കയറാൻ വേണ്ടിയായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു കേട്ടോ.
കൊണ്ട് എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുപ്പിച്ചു. അപ്പോൾ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചേ ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. അവർ കയറിക്കോളാൻ പറഞ്ഞിട്ട് അവർ കയറത്തുമില്ല, എന്നെയും കൊണ്ടേ കയറുള്ളൂ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. എനിക്ക് ആകെ പേടിയില്ലാത്തത് കയറാനായിട്ട് ഈ മരണക്കിണറിൽ മാത്രം കേട്ടോ. ഞാൻ ചെറുപ്പിന് പോകുമ്പോഴത്തേക്കും മിക്കവാറും മരണക്കിണറിൽ കയറാറുണ്ട്. കാരണം അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട, വെറുതെ നിന്ന് കണ്ടാൽ മാത്രം മതിയല്ലോ. പിന്നെ അത് ഈ ഊഞ്ഞാലിൽ കയറണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു, എന്നെ കൊണ്ട് വലിച്ച് കയറ്റി. ലാസ്റ്റ് ഞാൻ അതിൻ്റെ അകത്ത് കണ്ണടച്ചിരിക്കുമായിരുന്നു. കയറിയപ്പോൾ തൊട്ട് കണ്ണടച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ടാട്ടോ ഞാൻ കണ്ണ് തുറന്നത്. അതുവരെ ഞാൻ കണ്ണടച്ചിരിക്കുമായിരുന്നു, ഞാൻ ഒന്നും കണ്ടില്ല. പിന്നെ ആ പേടിച്ചതിൻ്റെ വിഷമത്തിൽ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കോളിഫ്ലവറും കക്കാറച്ചി ഫ്രൈ ആട്ടോ മേടിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ